ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മാത്സ് പാർട്ട് 3 ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വി ബോർഡ് മാസ് റൂൾ പഠിക്കും, അതില്ലാതെ ഹരണസമിതിയും പഠിക്കും. അപ്പോൾ ആദ്യമായിട്ട് വി ബോർഡ് മാസ് റൂൾ. വി ബോർഡ് മാസ് റൂൾ പറഞ്ഞാൽ നമ്മുടെ ഗണിതശാസ്ത്രത്തിൽ അല്ലെങ്കിൽ കണക്കിൽ ഒരുപാട് ക്രിയകളുണ്ട്. എക്സാമ്പിൾ പ്ലസ്, മൈനസ്, അല്ലെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ പലവിധ ക്രിയകളുണ്ട്. ഈ ക്രിയകൾ ചെയ്യുന്നതിന് ഒരു റൂളുണ്ട്. ആ ഒരു റൂൾ അനുസരിച്ച് മാത്രമേ ആ ഒരു ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു റൂളാണ് വി ബോർഡ് മാസ് റൂൾ. അതിൽ വി എന്ന് സൂചിപ്പിക്കുന്നത് വിങ്കുലാർ. വിങ്കുലാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ഷരങ്ങൾക്ക് മേലെ ഇടുന്ന ബാറാണ്. അങ്ങനെയുള്ളൊരു ക്രിയ വന്നാൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. 3 + 9 - 3 ഇങ്ങനെ ഇട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9 - 3 ഫസ്റ്റ് ചെയ്യണം. ഇതാണ് വിങ്കുലാർ. ഈ ഒരു ബാറാണ് വിങ്കുലാർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, ആദ്യം വിങ്കുലാർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രയോറിറ്റി പറയുന്നത് ബ്രാക്കറ്റിനാണ്. ബ്രാക്കറ്റിൽ തന്നെ വേറെ പ്രയോറിറ്റി ഉണ്ട്. ഫസ്റ്റത്തെ പ്രയോറിറ്റി സിമ്പിൾ ബ്രാക്കറ്റിനാണ്. ദെൻ രണ്ടാമത്തെ പ്രയോറിറ്റി കേളി ബ്രാക്കറ്റിനാണ്. മൂന്നാമത്തത് സ്ക്വയർ ബ്രാക്കറ്റിനാണ്. ഈ ഒരു റൂൾ വെച്ച് വേണം നമ്മൾ ക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത് ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ 3/4 ഓഫ് 12 എന്ന് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 3/4 മൾട്ടിപ്ലൈ 12 എന്ന് ചെയ്യണം. എന്നിട്ട് 12/4 3 വരും, 3 9 വരും. അപ്പോൾ ഓഫ് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഓഫിന് പ്രയോറിറ്റി കൊടുക്കണം. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. പിന്നെ ഡിവിഷൻ, ഹരണം, ഡിവിഷന് പ്രാധാന്യം കൊടുക്കണം. എം പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. സാധാരണ ഓഫ് അല്ലാണ്ട് വെറും സാധാരണ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ഡിവിഷന് ശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതിനുശേഷം എ അഡീഷൻ, കൂട്ടൽ അല്ലെങ്കിൽ സങ്കലനം. അതിനുശേഷം എസ് സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ വ്യവകലനം ചെയ്യണം. അപ്പോൾ വി ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ മാത്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതിൽ വരുന്ന ക്രിയകൾ ഏതു ക്രമപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യുന്ന റൂളാണ് വി ബോർഡ് മാസ് റൂൾ. നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കണക്ക് എന്ന് പറയുന്നത് 9/0.9 ഇൻറ്റു 9/0.9. ഇത് ഖാദി LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 9/0.9, അത് 9/0.9 എത്രയാണ് വരിക? 9/9 കൊണ്ട് എങ്ങനെയായിരിക്കുക? 0.9 നമ്മൾ എങ്ങനെ എഴുതുക? 9/10 എഴുതും. 0.9 എത്രയാണ്? 9/10. അപ്പോൾ 9/0.9 = 9/9/10. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഹരിക്കാനെങ്കിൽ എന്ത് ചെയ്യണം? ആ സംഖ്യേൻ്റെ വ്യുൽക്രമം എടുത്തിട്ട്, വ്യുൽക്രമം പറഞ്ഞാൽ എന്താണ്? അംശത്തെ ഛേദമായിട്ട് എഴുതുക, ഛേദത്തെ അംശമായിട്ട് എഴുതുക, എന്നിട്ട് ഗുണിക്കുക. ഇവിടെ 9 ഇൻറ്റു, ഇവിടെ അംശം എത്രയാണ്? 9. അപ്പോൾ അതിനെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ഛേദം എത്രയാണ്? 10. അതിന് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക, എന്നിട്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും? 9/9. 9 വെട്ടിപ്പോവും. പിന്നെ ബാക്കിയുള്ളത് 10. അതങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ ഒരു 10 വരും. 9/0.9 ഒരു 10 ഇൻറ്റു ഈ 9/0.9 ഒരു 10. അപ്പോൾ ഈ 10 × 10 ചെയ്താൽ 100. ഇതിൻ്റെ ആൻസർ 100 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഒരു കണക്ക് ചെയ്യാം. 1/1 × 2 plus 1/2 × 3 plus 1/3 × 4 plus 1/4 × 5. ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ വരുന്ന സമയത്ത് നമ്മൾ താഴെയുള്ള ഡിനോമിനേറ്റർ കറക്റ്റായിട്ട് സോൾവ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 1/2 plus 1/6 plus 1/12 plus 1/20. 2, 6, 12 ഈ 3 സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെയും സെക്കൻഡിലെയും സംഖ്യകളുടെ ഡിനോമിനേറ്ററിനെ 12 ആക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഛേദത്തെ 12 ആക്കാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് സംഖ്യയിൽ ഛേദം 12 ആക്കണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 6 6/12 പ്ലസ്, ഞങ്ങൾ നീട്ടി ഒരുമിച്ച് എഴുതുകയാണ്. രണ്ടാമത്തെ സംഖ്യ ഛേദം 12 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അംശത്തിലും ഛേദത്തിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 6 + 2/, ഇവിടെ മേലെ
2 വരും. ആ ഒരു 2 ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സംഖ്യയിലോ 1 തന്നെയായിരിക്കും. 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 1/20 എന്ന് ചെയ്യാം. ഈ ഇക്വേഷൻ വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 6 2 8 1 9. ഇതെല്ലാം കൂട്ടിയാൽ 9. 9/12 എന്ന് വരും. 9/12 നമുക്ക് എത്ര എഴുതാം? 3/4 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി 3/4 പ്ലസ് 1/20 എന്ന് വരും. ഈ 3/4 × 1 + 20 നമുക്ക് എന്ത് ചെയ്യാം? ഛേദത്തിനെ 20ലേക്ക് മാറ്റാം. നമുക്ക് ഛേദത്തിനെ 20ലേക്കാക്കി മാറ്റാൻ ഫസ്റ്റത്തെ സംഖ്യനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വാല്യൂയും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മളൊരു ഭിന്നസംഖ്യയെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സംഖ്യയുടെ വാല്യൂവിന് വ്യത്യാസം വരില്ല. അപ്പോൾ 3 15/20 പ്ലസ് ഇവിടെയുള്ള ഒന്നും കൂടി ഞാൻ ഒരുമിച്ച് ചേർത്ത് ഒന്നും കൂടി എഴുതി 15 + 1/20. അപ്പോൾ 16/20 വരും. 16/20. ഇത് സോൾവ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് സംഖ്യകളും. അപ്പോൾ 4 16, 4 എത്ര വരുന്നത്? 4 16/20 എത്ര വരുന്നുണ്ട്? 5. അപ്പോൾ 4/5 എന്നുള്ള ആൻസർ വരും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 × 25 - 32 ഹരിക്കണം 4 + 10 - 18. അപ്പോൾ ഈ റൂളിൽ ആദ്യം വിങ്കുലർ വരുന്നുണ്ടോ? വിങ്കുലർ ഇല്ല. പിന്നെ അതാ വരുന്നത് ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഉണ്ട്. 32 ഹരിക്കണം 4 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എത്രയാണ് ആൻസർ? 8. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? വേറെ ഏതെങ്കിലും ഡിവിഷൻ ഉണ്ടോ? ഇല്ല. വേറെ ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ എത്രയുള്ളത്? 3 × 25. അത് 75 എന്ന് എഴുതാം. നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ 75 - 8 + 10 - 18 വരും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷന് ശേഷം നമ്മൾ ചെയ്യേണ്ട ക്രിയ ഏതാണ്? അഡീഷനാണ്. അപ്പോൾ 75 + 10 85 - 8 - 18. 85 - 8 എത്ര വരും? 77 വരും. 77 - 18 എത്ര വരും? 59 വരും. അപ്പോൾ 59 ആണ് ആൻസർ. അടുത്തൊരു കണക്കിലേക്ക് പോകാം. 35 × 2 - 47 + 10 - 13 × 3 + 12 ഹരിക്കണം 2. അപ്പോൾ ഇതിൽ നമ്മൾ വി ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഡിവിഷൻ പ്രാമുഖ്യം കൊടുത്തു. 12/2 6. വേറെ എവിടെയെങ്കിലും ഡിവിഷൻ ഉണ്ടോ? ഇല്ല. പിന്നെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ എത്രയാണ്? 13 × 3. 13 × 3 എത്രയാണ്? 39. ഓക്കെ ആണല്ലോ. പിന്നെ 35 × 2 എത്രയാണ്? 70. അപ്പോൾ 70 - 47 + 10 - 39 + 6. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? ഇനി നമ്മൾ അഡീഷൻ ചെയ്യണം. 70 + 10 80. 80 + 6 86 - 47 - 39. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 0 എന്നുള്ള ആൻസർ വരും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. 2 1/2 + 3 1/3 + 4 1/4. ഇങ്ങനെയുള്ള മിശ്രഭിന്നം വരുമ്പോൾ അതിലെ ഏറ്റവും ഈസിയായ വഴി ഈ റിയൽ നമ്പേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുക. അപ്പോൾ ഇതെത്ര വരും? 2 + 3 5 + 4 9. 9 + 1/2 + 1/3 + 1/4. നമുക്കിനി 1/2 ഉം 1/4 ഫസ്റ്റ് കൂട്ടാം. അപ്പോൾ 2ൻ്റെയും 4ൻ്റെയും ലസാഗു എത്രയാണ്? 4. അപ്പോൾ ഈ ഫസ്റ്റ് സംഖ്യയുടെ ഛേദം 4 എന്ത് ചെയ്യണം? ഫസ്റ്റ് സംഖ്യേൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും ആൻസർ? 9 + 2/4 + 1/4 + 1/3 which is equal to 9 + 2 + 1 എത്രയാണ്? 3/4. 3/4 + 1/3 which is equal to നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ കൂട്ടുന്ന പോലെ ഈ ഭിന്നത്തെ കൂട്ടാം. 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 + 4/12 എന്ന് വരും. ഇതിന് വീണ്ടും സോൾവ് ചെയ്യുന്ന സമയത്ത് 9 + 13/12. ഓക്കെ ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു ഈ 13 എന്തെഴുതാം? 12 + 1 എന്ന് എഴുതാം. 9 + 12 + 1/12 എന്ന് എഴുതാം. ഈ 12 12 വെട്ടിപ്പോയാൽ 1 വരും. അപ്പോൾ 9 + 1 10. അവിടെയുള്ള 1 കൂടി അവിടെയുണ്ട്. 10 +
10 1/12 എന്നുള്ള ആൻസർ വരും. ഇനി നമുക്ക് അടുത്തൊരു കണക്ക് ചെയ്യാം. 4/11 ഹരിക്കണം 16/11 minus 2 minus 3 minus 1 minus 2 ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ബ്രാക്കറ്റിലുള്ളത് കമ്മിയാക്കണം. ബ്രാക്കറ്റുള്ളത് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 1 - 2 എത്ര വരും? -1. ഈ -1 മൈനസും ഇത് ആവുന്ന സമയത്ത് ഇവിടെ +1 വരും. അപ്പോൾ 2 - 3 എത്ര വരും? -1 +1. 2 - 3 എത്ര വരും? -1. ഈ +1 കൂടി കൂട്ടുമ്പോൾ 0 വരും. അപ്പോൾ ഈ ബ്രാക്കറ്റുള്ളതെല്ലാം പോയി. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് 4/11 ഹരിക്കണം 16/11 ആണ്. 4/11 നമ്മൾ എന്തെഴുതാം? 4 × 11 + 4. അപ്പോൾ 44 + 4 48/11 ഹരിക്കണം 16/11. ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം എടുത്ത് ഗുണിച്ചാൽ മതി. അപ്പോൾ 48/11 × 11/16 വരും. ഈ 11ഉം ഈ 11ഉം ക്യാൻസലായി 48/16 വരും. അതെത്രയാണ്? 3 എന്നുള്ള ആൻസർ വരും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹരണക്ഷമത. അപ്പോൾ ഹരണക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയുടെ ഹരിക്കാനുള്ള കഴിവാണ് ഹരണക്ഷമത. ഒരു സംഖ്യനെ 2 കൊണ്ട് നിശേഷം ഹരിക്കണം എന്ന് വെച്ചാൽ ആ സംഖ്യ ഇരട്ട സംഖ്യ ആയിരിക്കണം. അപ്പോൾ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയുടെ വലത്തെ അറ്റത്തുള്ള അക്കം 0 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 ആയ സംഖ്യകളെയാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ആ സംഖ്യകളെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 428 ഇതിൽ വലത്തെ അറ്റത്തെ അക്കം ഏതായിരുന്നു? 8 ആണ്. അപ്പോൾ ഈ സംഖ്യ 2 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു സംഖ്യ നോക്കാം. 581. ഈ ഒരു സംഖ്യ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് ഒറ്റ സംഖ്യയാണ്. ഈ വലത്തെ അറ്റത്തുള്ള അക്കം 1 വരുന്നത്. അതുകൊണ്ട് ഇത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 3 കൊണ്ട് ഒരു സംഖ്യനെ നിശേഷം ഹരിക്കാൻ. അപ്പോൾ ഒരു സംഖ്യനെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ എന്ത് സംഭവിക്കണം? ആ സംഖ്യകളുടെ അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഡിവിസിബിൾ ആവുകയാണെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 426 ഈ സംഖ്യനെ 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ? യെസ്, ഡിവിഷൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിവിഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ അക്കങ്ങൾ കൂട്ടുക. 4 + 2 + 6 അപ്പോൾ എത്ര വരും? 4 × 2 = 6 4 × 2 = 6 6 + 6 12 വരും. ഈ 12 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ ഈ സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാ അക്കങ്ങളും ഇങ്ങനെ കൂട്ടണ്ട. ഇതിൽ 4ഉം 2ഉം മാത്രം കൂട്ടിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ 6 ഓൾറെഡി 3 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. അപ്പോൾ 6നെ കൂട്ടണ്ട. 4 + 2 6. 6നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഈ സംഖ്യ മൊത്തമായിട്ടും 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 4 7 8 5 7 9 ഇങ്ങനെ ഒരു സംഖ്യ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 9ന് വേണ്ട വയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് 3 കൊണ്ട് ഓൾറെഡി ഡിവിസിബിൾ ആണെന്നറിയാം. പിന്നെയുള്ളത് 7 5 12. നമ്മൾ 12 എന്ന് ഇവിടെ കണക്കൂട്ടുമ്പോൾ തന്നെ 12 ഓൾറെഡി 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ അതിനെയും വിടാം. പിന്നെ 8 + 4 12 അത് 3 കൊണ്ട് ഡിവൈഡ് ആണ്. പിന്നെ ബാക്കി നിൽക്കുന്നത് 7 ആണ്. അപ്പോൾ 7 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ ഈ സംഖ്യ ഡിവിസിബിൾ അല്ല. നമ്മൾ എല്ലാ അക്കങ്ങളും കൂട്ടണം എന്നില്ല. 3 കൊണ്ട് ഡിവിസിബിൾ ആവാത്ത സംഖ്യകൾ മാത്രം കൂട്ടിയാലും മതി 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇനി നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ. 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ ഒരു സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ 4 കൊണ്ട് ഗുണിതമായാൽ മതി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 532 ഈ സംഖ്യ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? അതെ. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ഈ ലാസ്റ്റിലെ 2 അക്കങ്ങൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 32 എന്ന് പറയുന്നത് 4ൻ്റെ ഗുണിതമാണ്. എത്ര തവണ ഗുണിക്കണം? 8 കൊണ്ട് ഗുണിച്ചാൽ 32 വരും. അപ്പോൾ ഈ സംഖ്യ 4ൻ്റെ ഗുണിതമാണ്. 532നെ 4 കൊണ്ട് ഈസിയായി നിശേഷം ഹരിക്കാൻ പറ്റും. വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാണ്ട്. നമ്മൾ 0 മുതൽ നോക്കണം. 0 0 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? അതെ. ഇനി അടുത്തത് വരിക 04. പിന്നെ എത്ര വരിക? 08. പിന്നെ എത്രയാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക? ഒരു 4 4 24 8 3 4 12 1 2. അടുത്തത് വരിക 16. പിന്നെ അടുത്ത ഏത് സംഖ്യ വരിക? 20.
പിന്നെ ഏതാ സംഖ്യ വരിക? 6 4 24, 7 4 28, 8 4 32, 9 4 36. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കി? വലത്തെ അറ്റത്തെ അക്കം 2 6 ആവുകയും രണ്ടാമത്തെ അക്കം, അതായത് ഈ അക്കം ഒറ്റ സംഖ്യയുമാണെങ്കിൽ ആ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാം. അതേമാതിരി വലത്തെ അറ്റത്തെ അക്കം 0 4 8 ആവുകയും രണ്ടാമത്തെ അക്കം ഇരട്ട സംഖ്യ ആവുകയും ചെയ്താൽ ആ സംഖ്യയെയും 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഏറ്റവും വലത്തെ അറ്റത്തെ അക്കം 2 6 ആവുകയും അതിന് തൊട്ടു മുമ്പിലുള്ള രണ്ടാമത്തെ അക്കം ഒറ്റ സംഖ്യ ആവുകയും ചെയ്താൽ ആ സംഖ്യയെ 4 കൊണ്ട് നമ്മൾക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. അതേമാതിരി 0 4 8 എന്ന സംഖ്യകൾ വലത്തെ അറ്റത്ത് വരികയും രണ്ടാമത്തെ അക്കം ഇരട്ട അക്കമാവുകയും ചെയ്താൽ ആ സംഖ്യയെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി നമുക്ക് 5ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാം. 5 കൊണ്ട് ഒരു സംഖ്യ നിശേഷം ഹരിക്കാൻ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വലത്തെ അറ്റത്തെ അക്കം 0 അല്ലെങ്കിൽ 5 ആയാൽ മതി. എക്സാമ്പിൾ പറഞ്ഞുതരാം. 520, ഈ സംഖ്യയിലെ അറ്റത്തെ അക്കം ഏതാണ്? 0. അപ്പോൾ ഇത് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി 625, ഈ സംഖ്യയുടെ അറ്റത്തെ അക്കം എന്താണ്? 5 ആണ്. അപ്പോൾ ഈ സംഖ്യയും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി 428, ഈ സംഖ്യയിലെ അറ്റത്തെ അക്കം എന്താണ്? 8 ആണ്. ഇത് 5 കൊണ്ട് ഡിവിസിബിൾ അല്ല. നമുക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ ചെക്ക് ചെയ്യാൻ. 6 കൊണ്ടുള്ള സംഖ്യ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 2 കൊണ്ടും 3ൻ്റെയും കൊണ്ടും ഗുണിക്കാൻ പറ്റണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 336, ഈ സംഖ്യ ഇരട്ട സംഖ്യയാണ്. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും. സോ ഇത് 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു 8 2 4 എടുത്തു. ഈ സംഖ്യ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആദ്യം നമുക്ക് നോക്കാം. 8 4 12, ഇത് 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇത് 6 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കില്ല. വേറൊരു എക്സാമ്പിൾ എടുക്കാം. 822, ഈ സംഖ്യ 8 + 2 10, 10 + 2 12. അപ്പോൾ ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇത് 2 കൊണ്ടും ഡിവിസിബിൾ ആണ്. സോ ഇത് 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമുക്കത് ഹരിച്ച് നോക്കാം. 822 / 6, അപ്പോൾ എത്ര വരും? 22, 3 18, 6 4 42 വരുമ്പോൾ 7 6 42, അപ്പോൾ 137 വരും. അപ്പോൾ 822 ഡിവിസിബിൾ ആണ്. അപ്പോൾ നമ്മളൊരു സംഖ്യ 6 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? അത് ഇരട്ട സംഖ്യയും 3ൻ്റെ ഗുണിതവുമായാൽ അതിനെ നമുക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി നാളത്തെ ക്ലാസ്സിൽ നമുക്ക് 8 കൊണ്ടുള്ള ഹരണക്ഷമതയും 9 10 11 12 ഈ സംഖ്യകൾ കൊണ്ടുള്ള ഹരണക്ഷമത നമുക്ക് ചെക്ക് ചെയ്യാം. എല്ലാവരും ടേക്ക് കെയർ. ബൈ.